രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചുകടന്ന ചുവന്ന പോളോ കാർ സിനിമാ താരത്തിന്റേതെന്ന് സംശയം. കാർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, സിനിമാ മേഖലയുമായൊക്കെ അടുത്ത ബന്ധമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇത് ആരുടെ കാറാണ് എന്നതിന്റെ സൂചനകൾ വല്ലതും കിട്ടുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി പത്മ, നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പോളോ കാറുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ രാഹുൽ കടന്നു കളഞ്ഞത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ രാഹുലുമായി ബന്ധപ്പെട്ടൊരു പോളോ കാർ ഉണ്ടായിരുന്നു. അതൊരു സിനിമാ താരത്തിൻ്റെതാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ നമുക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പോലീസ് സംഘത്തിനും ഒക്കെ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതിനെ സാധൂകരിക്കുന്ന ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതായത് രാഹുൽ ഈ പോളോ കാറിൽ പോകുന്നത് ബന്ധപ്പെട്ട് പൂർണ്ണമായി നമ്പർ ഉൾപ്പെടെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു പ്രാഥമിക നിഗമനമാണ്, അത്തരത്തിലുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ആ സംശയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലൊരു പോളോ കാർ, ആ പോളോ കാറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണുള്ളത്. അതുൾപ്പെടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുള്ളൂ. നിലവിൽ ഏതാണെങ്കിലും അക്കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അത്തരം പരിശോധനകൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് വിവിധ ഇടങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് രാഹുൽ കടന്നു കളഞ്ഞ ആ ദിവസത്തെ 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഇതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ഈ തരത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് ലഭിക്കും, ഇന്ന് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വഴിത്തിരിവുകൾ ഇന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. മാത്രമല്ല പാലക്കാടിന് പുറത്തേക്കും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെ അതുപോലെ തന്നെ കോയമ്പത്തൂർ അതിർത്തിയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം അത്തരത്തിൽ ഈ കൃത്യമായ പരിശോധനകൾ നടക്കുകയാണ്. ഏതാണെങ്കിലും ഈ കാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായാൽ അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്മി പത്മ, എങ്ങോട്ടേക്കാണ് കടന്നത് എന്നോ എവിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത് എന്നോ അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടോ? ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കാതെ ഇരിക്കുന്നതാണോ, അതോ കൃത്യമായി ഈ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അന്വേഷണ സംഘം രാഹുലിനെ തപ്പി നടക്കുകയാണോ? എന്താണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിത്ത്? സംസ്ഥാന പോലീസ് ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുലിനെ ബുധനാഴ്ചക്ക് മുമ്പ് തന്നെ പിടികൂടണമെന്ന നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷെ രാഹുലിനെ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് നിലവിലെ ഇത്തരത്തിൽ കണ്ടെത്താനുള്ള പ്രതിസന്ധിയായി നിൽക്കുന്നത്. നേരത്തെ ഈ ഫോണിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ വെച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. അത് പിന്നീട് പോലീസ് അത് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലുള്ള വീഴ്ച ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. BJP ഉൾപ്പെടെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ വിമർശനം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസമായി 4 ദിവസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു MLA കണ്ടുപിടിക്കാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയുമായി പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അതിൽ പാലക്കാടും തൃശ്ശൂരും അതിശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. മറ്റ് ജില്ലകളിലും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി ആളുകളെ ഇക്കാര്യത്തിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ആ ആളുകളുടെ എല്ലാം വീടുകളിൽ വന്നു പോയവരുടെ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളും അതോടെ തന്നെ അവിടുത്തെ ആ പ്രദേശത്തെ പുതുതായി